വീഡിയോ ഒന്നും വേണ്ട ചേട്ടാ, വീഡിയോ ഒക്കെ ആര് കാണാനാ? ഇത് സാധാരണയായിട്ട് പല നമ്മുടെ ക്ലയൻസും പറയാറുള്ളൊരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ വീഡിയോയിൽ ഫുള്ള് ക്രിഞ്ച് സാധനങ്ങളായിരിക്കും പൊതുവെ വരാറ്. അതില് ആ വെഡിങ്ങിന്റെ ഒരു സ്റ്റോറി മിസ്സായി പോകും. ഉദാഹരണത്തിന് നമ്മളൊരു 10 വർഷം കഴിഞ്ഞ് 15 വർഷം 20 വർഷം 30 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വെഡിങ് വീഡിയോ കാണാനിരിക്കുമ്പോൾ ആ വെഡിങ് ഡേയിൽ നടന്ന കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനും അത് എൻജോയ് ചെയ്ത് കാണാനും നമുക്ക് പറ്റാൻ സാധ്യതയില്ല. അതിന്റെ കാരണം ഇപ്പൊ എന്താണോ ട്രെൻഡിങ് അതിന്റെ പിന്നാലെ നമ്മൾ പോകണമെന്നുള്ളതാണ്. ടൈംലെസ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യേണ്ട ഒരു ഇവന്റിനെ നമ്മൾ ഒരു ട്രെൻഡിനെ ബേസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും. അപ്പൊ അതിന് ഒരു പാട്ട് ഇട്ടിട്ട് കുറച്ച് ഹൈലൈറ്റ്സോ റീലോ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ കുറച്ച് ചിലപ്പോൾ ഭംഗിയൊക്കെ ഉണ്ടാവും കുറച്ച് നാളത്തേക്ക്. പക്ഷെ അതും കുറച്ച് ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ കഴിയുമ്പോൾ അതും ഔട്ടായി പോകും. സോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പക്കയായിട്ട് ആ ദിവസത്തിനെ ഡോക്യുമെന്റ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു വ്ളോഗ് സ്റ്റൈലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിടും, കുറച്ചും കൂടി നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും അത് കാണാനൊരു രസമുണ്ടാവും. അതിൽ റിയൽ ഓഡിയോന്റെ എലമെന്റ്സ് അങ്ങനെ കുറെ സാധനങ്ങൾ വരുമ്പോൾ ഇത് കുറച്ചും കൂടി ഭംഗിയാവും. അപ്പോൾ എപ്പോഴും വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളതിനെ ഒരു ഡോക്യുമെന്ററി പെർസ്പെക്റ്റീവില് വെഡിങ്ങിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് വേറെ ലെവലിലേക്ക് പോകും. നമുക്ക് ടൈംലെസ് ആയിട്ട് ഒരു ആൽബം കാണുന്ന പോലെ വീഡിയോസ് കാണാനും തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ വെഡിങ് വീഡിയോസും ഫോട്ടോസും ഒക്കെ വേറെ ലെവലിലേക്ക് മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം.